ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തന്നെ അങ്ങനെ രാഹുലിനെ പുറത്തിറക്കാനായിട്ട് വർഷ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പണിയാണ് രാഹുൽ ചേട്ടാ ഈ കാണിച്ചത്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടാൽ എന്താവും അവസ്ഥ? അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാനായിട്ട്? ഞാൻ രാഹുലിനോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരണ്ടെന്ന്. പക്ഷേ രാഹുലാണെങ്കിലോ എന്നെ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ രാഹുലിനെ പുറത്തിറക്കാൻ ഇനിയിപ്പോൾ എന്താ മാർഗം എന്നറിയില്ല. എല്ലാവരും തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവിടെ കള്ളൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം ചെയ്യ്, രാഹുൽ ചേട്ടൻ എൻ്റെ കൂടെ വായോ, ഞാൻ അടുക്കള വാതിലൂടെ രാഹുൽ ചേട്ടനെ പുറത്തിറക്കി തരാമെന്നും പറയുന്നുണ്ട്. അഞ്ജു, നീ ഒരു കാര്യം ചെയ്യണം, എല്ലാവരും തിരയുന്നതിനിടയിൽ നീയും തിരയണം, കാരണം അല്ലെങ്കിൽ നിന്നോട് എല്ലാവർക്കും സംശയം തോന്നുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പതുക്കെ പുറത്തിറക്കാനായിട്ട് നോക്കുന്ന സമയത്ത് വിവേക് വർഷയും അതുപോലെ തന്നെ രാഹുലിനെ ഒരുമിച്ച് കാണുന്നുണ്ട്. ഈ കാണുന്ന സമയത്ത് വിവേകിന് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സഹോദരനും സഹോദരിയാണ് പറഞ്ഞു നടന്നിട്ടുള്ള ആൾക്കാർ രഹസ്യമായിട്ട് വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഏതൊരു ചെറുപ്പക്കാരനും തോന്നുന്ന അതേ സംശയം തന്നെയാണ് വിവേകിനും രാഹുലിൻ്റെ മേൽ തോന്നിയിരിക്കുന്നത്. നീ എന്നോട് കള്ളം പറഞ്ഞിരിക്കുക, നിൻ്റെ സഹോദരിയാണ് ഇവളെന്ന് എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ രാഹുൽ അപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ വർഷ പറയുന്നുണ്ട്, രാഹുൽ ചേട്ടൻ എങ്ങനെയെങ്കിലും വിവേക് പുറത്തിറക്കി തരണം, എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ തൊട്ടുപോകരുത് തന്നെയെന്ന് വിവേക് പറയുന്നുണ്ട് കേട്ടോ. വിവേക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഇവൻ നിൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ഇവൻ. എന്നിട്ടിപ്പോൾ ഞാൻ കണ്ണിൽ കണ്ടതൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് ഇവനെ ഇപ്പം ഞാൻ നിങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ തന്നെയല്ലേ കണ്ടത്. ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇവനെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. അത് നിൻ്റെ മേൽ എല്ലാവർക്കും കൂടി സംശയം വരണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ രാഹുലിനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. വിവേക്, ഞാൻ പറയണമെന്ന് കേൾക്ക്, എനിക്കൊന്നും കേൾക്കണ്ട പോടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കാട്ടോ ചെയ്യുന്നത് രാഹുലിനോട്. അങ്ങനെയാണെങ്കിലോ വീണ്ടും വിവേകിനോട് സംസാരിക്കാനായിട്ട് വർഷ വരുന്നുണ്ട്. വിവേക്, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, എനിക്ക് നീ ഒന്നും പറഞ്ഞ് കേൾക്കണ്ട, എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, നീ പോയി എന്താ വെച്ചാൽ നിൻ്റെ പണി നോക്കുമെന്ന് പറഞ്ഞ് വിട്ടു പോന്നു. അങ്ങനെ വർഷയും അതുപോലെ തന്നെ അഞ്ജു അതുപോലെ അബി എല്ലാവരും കൂടി നിൽക്കും. വസുന്ധരയുണ്ട്. എന്നാലും ആ കള്ളൻ എവിടെ പോയി? മല്ലിക, നീ പറഞ്ഞത് ശരിയാണോ? കള്ളൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായും ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എവിടേക്ക് പോയി എന്നറിയില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടെന്നും പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊന്ന് പോയി നോക്കാം, ഇന്ന് ഞങ്ങളും വരാം. വേണ്ട, ഇത് ഞാനും മമ്മിയും കൂടെ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞ് വിവേക് തിരയാനായിട്ട് പോന്നു. പിന്നെയും അങ്കിത്തിനെ ഏട്ടോ കാണുന്നത്. അങ്കിത്തിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവളെ തേച്ചടാ, അവളെ മറ്റൊരാളെ വീട്ടിൽ വിളിച്ചു വരുത്തി സഹോദരനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ രണ്ടുപേരും വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നെ ഉള്ള സംശയമൊക്കെ എനിക്ക് ഉണ്ടാവില്ലേ? പിന്നെ അവളോട് എന്തിനാടാ നീ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? ഒരു പക്ഷെ നീ പറഞ്ഞല്ലോ അവൾക്ക് തന്നിനോട് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളത്. നിനക്ക് അങ്ങോട്ടല്ലേ ഇഷ്ടമുള്ളത്. പിന്നെ ആ പെൺകുട്ടിയെ പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? അവൾ എപ്പോഴും പറയുന്നല്ലേ നിന്നെ അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. പിന്നെ അവൾ തേച്ചു എന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു വിവേകേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അതൊന്നും നിനക്ക് പറഞ്ഞാൽ പറ്റില്ലടാ, ഞാൻ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നോട് വാക്കുവഞ്ചനയല്ലേ ഇപ്പോൾ അവിടെ കാണിച്ചത് എന്നുള്ള രീതിയിലായി. ആ സമയത്ത് ശിവ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ അങ്കിത്തിനോട് സംസാരിച്ചില്ലേ, നാളെ എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല എന്ന്. എനിക്ക് വർഷയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ്, ഞാൻ വന്നിട്ട് കണ്ടാൽ മതിയോ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വയനാട്ടിലേക്ക് പോകുന്നില്ല എന്നാണല്ലോ വിവേക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താ, വിവേകിന് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു. ഓ അതെയോ, എന്നാൽ പിന്നെ ഞാൻ നാളെ തന്നെ അങ്കിതിനെ കാണാമെന്നും ശിവ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അഞ്ചും വർഷയും കൂടി സംസാരിക്കുമ്പോൾ വിവേക് തന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അയാൾ എന്നെ തെറ്റിദ്ധരിച്ച് എനിക്കൊരു തേങ്ങയുമില്ല, കാരണം അയാൾക്കത് വേണം ദാനം എന്നും പറയുന്നുണ്ട് കേട്ടോ. രാഹുൽ ചേട്ടൻ്റെയും എൻ്റെയും വിവാഹം ഉറപ്പിക്കാൻ നടന്നവനല്ലേ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ ഒരു മടിയുമില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ എനിക്കൊരു സന്തോഷമുള്ള വാർത്ത നിന്നോട് പറയണം. രാഹുൽ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ, നാളെ രാഹുൽ അവൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതറിയുമ്പോൾ നിനക്ക് വലിയ സന്തോഷമാവുമെന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. എൻ്റെ വീട്ടുകാരെയൊക്കെ വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് രാഹുലിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അരുത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അറിയില്ല. എന്നാലും സാരമില്ല, അവനുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാം. ഇനി എല്ലാത്തിൻ്റെ ഒരു സമയമായി, ഞാൻ അവൻ്റെ കൂടെ തന്നെ പോകാമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നാളെ വയനാട്ടിലോട്ട് പോകുന്ന കാര്യം എന്തായി എന്നറിയില്ല. വിവേക് തൻ്റെ കൂടെ വരുമോ എന്നൊക്കെ സംശയത്തിൽ നിൽക്കുക കേട്ടോ.
അതിനുശേഷം തന്നെ അത് എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, എനിക്ക് പേടിയൊന്നുമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ വയനാട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് തനിക്കറിയില്ലേ? എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും ജീവൻ്റെ വില അതെനിക്ക് തരാൻ വേണ്ടിയിട്ടല്ലേ. എനിക്ക് പോകണമെന്ന് തീരെ താല്പര്യമൊന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് തനിക്ക് അവകാശപ്പെട്ടതാണ്, അത് വാങ്ങണം. പക്ഷേ എടോ, ഇനി അവരെനിക്ക് കാത്തിരിക്കേണ്ട എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നും വർഷ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും വസുന്ധരയും അതുപോലെ മല്ലികക്കേനെയും കാണിക്കുന്നുണ്ട്. മല്ലിക, നീ കണ്ടത് തന്നെയാണോ? അതെ, എന്തായാലും അയാൾ ഇതിനകത്ത് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എവിടെ പോയി? പക്ഷേ വേഗം വരുന്നുണ്ട്. അതിനുശേഷം തന്നെ നാളെ എന്തായാലും ശിവയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട്, അങ്കിത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ശിവമോൾക്ക് തൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് വിവേക് പറയുന്നുണ്ട്. ഞാനും വയനാട്ടിലേക്ക് പോകുന്നില്ല, കാരണം എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു. 5 വർഷമാണെങ്കിലോ വിവേക് നല്ലോണം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിന്നെ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തിലാവട്ടെ, എന്ത് മീറ്റിങ്ങാണ് നിനക്കുള്ളത്? അതൊന്നും മമ്മിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗാണ്, എനിക്കത് പങ്കെടുത്തേ പറ്റുള്ളൂ. അത് വേണ്ട ആൻറ്റി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വയനാട്ടിലേക്ക് പോയിക്കോളാം എന്ന് വർഷ പറയുന്നുണ്ട്. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. വിവേകിന് ഇവിടെ പണിയും തുറവില്ലാതെ നടക്കുന്നവനാണ്. അപ്പോൾ അവൻ തന്നെ പൊയ്ക്കോളും, നിൻ്റെ കൂടെ വരും. അപ്പോൾ ശിവയ്ക്ക് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവളുടെ കൂടെ ആര് പോവും? അഞ്ച് പറയുന്നുണ്ട്, ഞാൻ പൊയ്ക്കോളാം ആൻറ്റി. എന്നാൽ പിന്നെ വേഗം ആയിക്കോട്ടെ, വിവേകം വരും. ഞാൻ പോകുന്നില്ല, മമ്മിയോടല്ലേ പറഞ്ഞത്. നീ എൻ്റെ മകനാണെങ്കിൽ ഇവരുടെ കൂടെ പോയിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അഞ്ചും വർഷയും കൂടി വീണ്ടും സംസാരിക്കുന്നുണ്ട്. എന്തായാലും അഞ്ചു, നീ എങ്ങനെയാണ് എൻ്റെ കൂടെ വരും? നാളെയല്ലേ രാഹുൽ ചേട്ടൻ്റെ കൂടെ നീ പോകുന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കണം, രാഹുലിൻ്റെ വാക്കൊക്കെ എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഹരിത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ രാഹുൽ എന്നെ കൊണ്ടുപോയില്ല നാളെ. പക്ഷേ നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ പകുതി വഴിക്ക് രാഹുൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അഥവാ അവിടുന്ന് ഹരിത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടേക്ക് വരാം. അപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? നിൻ്റെ ബുദ്ധി കൊള്ളാം. പിന്നെ വയനാട്ടിലേക്ക് ഞാൻ അവൻ്റെ കൂടെ ഒറ്റയ്ക്കോ? ഞാൻ പോകത്തില്ല. അങ്ങനെയൊന്നും സംസാരിക്കാനേ പറ്റില്ല അങ്ങേരോട്. നീ പോയേ പറ്റുള്ളൂ. അതൊന്നും സാരമില്ല. എന്നാൽ പിന്നെ ഇതിനെ അഭിയെ വിടാം. പറ്റിയൊരു ടീം, എനിക്ക് ആരും വരണ്ട. വയനാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഞാനാ വന്നത്, എനിക്ക് ഒറ്റയ്ക്ക് പോകാനും അറിയാമെന്നും വർഷ പറയുന്നുണ്ട്. എടോ, ഞാൻ പറയുന്നൊന്ന് കേൾക്കടോ, എന്തെങ്കിലും തീരുമാനിക്കുക. അങ്ങനെ ശിവ വരുന്നുണ്ട്. വർഷയുടെ കൂടെ അഞ്ച് പോകാൻ തീരുമാനിച്ച് നന്നായി. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങളൊക്കെ സഹായിക്കാൻ എനിക്കല്ലേ പറ്റുള്ളൂ എന്ന് അഞ്ചും പറയുന്നുണ്ട് കേട്ടോ. വിവേകിനെ അങ്കിത് വിളിക്കുന്നുണ്ട്. വിവേകാണെങ്കിലോ അങ്കിതിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മമ്മി അവളെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല അങ്കിത്തും പറയുന്നുണ്ട്. എടോ, ഇതൊരു ചാരിറ്റി ആയിട്ട് കണ്ടാൽ മതി. കൈ വയ്യാത്തൊരു കുട്ടിയെ നീ അവളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. എടോ, നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നീ എന്തൊക്കെയാണ് പറയുന്നത്? അതൊക്കെയല്ലേടാ യഥാർത്ഥ സ്നേഹം. എന്തായാലും നീ അവളോട് പോണവരെ സംസാരിക്കണ്ട. എന്നാലും നീ അവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. പിന്നെ ശിവ ഉണ്ടാവില്ലല്ലോ. നീ കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ തീരുമാനിക്കേ, നിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ ഉടനെ മാറുമെന്ന് അങ്കിതും പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചാണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.